എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മോർണിംഗ് എങ്ങനെ നമുക്കൊരു മിറാക്കിൾ ആക്കി മാറ്റാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും 6 ഹാബിറ്റ്സാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഹാൽ എൽഫോർഡിൻ്റെ ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ 6 ഹാബിറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ആക്രോണിം യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് സാവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. സാവേഴ്സിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്കിനി നോക്കാം. അതിൽ ആദ്യത്തെ ലെറ്റർ എസ് ആണ്. എസ് ഫോർ സൈലൻസ്. അതായത് നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ 1-2 മിനിറ്റ് ധ്യാനത്തിലിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മൈൻഡിനെ കാം ആൻഡ് കൂളാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രെയർ, നമ്മൾ ചൊല്ലുന്ന പ്രെയർ മനസ്സിൽ ചൊല്ലാം, അല്ലെങ്കിൽ ഓം മന്ത്ര പോലുള്ള മന്ത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ ചൊല്ലാം. എങ്ങനെയാണെങ്കിലും നമ്മളുടെ മൈൻഡിനെ വളരെ കാം ആൻഡ് കൂളാക്കി നിർത്താം 1-2 മിനിറ്റ്. അതാണ് സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അതായത് രാവിലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈമാണല്ലേ നമ്മൾ എണീക്കുമ്പോൾ. നമ്മളുടെ എണീക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ സ്ട്രെസ്സ്, ടെൻഷനൊക്കെ ആണെങ്കിൽ നമ്മളുടെ അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു രീതിയിലായിരിക്കും അല്ലേ. മോർണിംഗ് എന്ന് അറിയുന്നത് ശരിക്കും ബ്ലൂ പ്രിൻറ്റ് ഓഫ് അവർ ലൈഫ് എന്നുള്ളതാണ്. കാരണം മോർണിംഗ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ ഉള്ളത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ചിന്തിക്കുക. അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി നമ്മൾക്ക് എന്തൊക്കെ ഡ്രീമാണുള്ളത് എന്ന് ചിന്തിക്കുക. അതെല്ലാം നടക്കുന്നതായിട്ട് ചിന്തിക്കുക. ആ ഒരു രീതിയിൽ നമ്മളുടെ മൈൻഡിനെ മൂവ് ചെയ്യുക. അതാണ് അഫർമേഷൻ എന്ന് പറയും. അടുത്തത് വിഷ്വലൈസേഷനാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം നമുക്കൊരു ജോലി കിട്ടണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ, കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തു നിങ്ങൾക്ക് ആ ജോലി കിട്ടി, വളരെ സന്തോഷത്തോടു കൂടി ഒന്നും രാവിലെ നിങ്ങൾ ആ ജോലിക്ക് പോകുന്നതും അവിടെയുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് എന്താണോ ആഗ്രഹം അത് നടന്നതുപോലെ നമ്മളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. സോ മൂന്നാമത്തത് വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. ഇനി നാലാമത്തത് ഇ ഫോർ എക്സസൈസ്. നമ്മൾ ദിവസവും രാവിലെ എണീറ്റ് കഴിയുമ്പം ഒരു വാമപ്പ് ആക്ടിവിറ്റി പോലെ നമ്മളൊരു 5-6 മിനിറ്റ് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാം. വളരെ ലെങ്ത്ത് കൂടി എക്സസൈസ് ഒന്നും ചെയ്യണമെന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മളുടെ ഹെൽത്തിനും നല്ലതാണ്, നമ്മളെ മൈൻഡിനും നമ്മുടെ ബ്രെയിനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് അല്ലേ. നമ്മളുടെ മൈൻഡിനെ മൊത്തം ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവാക്കി മാറ്റാനായിട്ട് ആർക്ക് സാധിക്കും? എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് സാധിക്കും. നെക്സ്റ്റ് റീഡിംഗ് ആണ് അല്ലേ. റീഡിങ്ങിൽ താല്പര്യമില്ലാത്ത ആളുകളുണ്ടോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾക്കും വായനയോട് താല്പര്യമായിരിക്കും. അപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും രാവിലെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിരിക്കണം. നിങ്ങൾ ഒരുപാട് സമയമൊന്നും വേണ്ട അല്ലേ. അറ്റ്ലീസ്റ്റ് ഒരു പേജ് വായിക്കാൻ ഒരു 5 മിനിറ്റ് മതിയാകും. അപ്പം നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് ദിവസവും രാവിലെ എന്ത് ചെയ്യുക, ഒരു പേജെങ്കിലും വായിക്കുക അല്ലെ. വായനാശീലം വളർത്തുക അല്ലെങ്കിൽ വായിക്കുക എന്നത് ഈ ഒരു സാവേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വായിച്ച കാര്യങ്ങളും അതുപോലെ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരുപാട് തോട്ട്സുകൾ ഉണ്ടാവും അല്ലേ. ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ ഉണ്ടാവും. നമ്മളുടെ മൈൻഡിൽ വരുന്ന പല രീതിയിലുള്ള ചിന്തകൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രൈബ് ചെയ്യുക എന്നുള്ള സ്ക്രൈബിങ് എന്നുള്ളതാണ് ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. സ്ക്രൈബിങ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്നുള്ളതാണ്. അത് നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നമ്മളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ നമുക്ക് വായിച്ചിട്ട് മനസ്സിലായത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചിന്തകളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ജേർണൽ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. സോ ഇതെല്ലാമാണ് നമ്മളുടെ ഹാൽ എൽഫോർഡ് ദ മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് കഴിയുമ്പം അദ്ദേഹം പറയുന്നുണ്ട് ദീസ് ആർ ദ 6 ഹാബിറ്റ്സ് ദാറ്റ് ഹെൽപ്പ് യു ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ബിഫോർ 8 AM. അതായത് രാവിലെ 8 മണിക്ക് മുൻപായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മോർണിംഗ് റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഹാബിറ്റ്സ് ഒന്ന് നിങ്ങളുടെ മോർണിംഗ് റുട്ടീനാക്കി നോക്കുക.
എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, ഈ 6 ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ യു, വളരെ ഉപയോഗപ്രദമായിരിക്കും. സോ ഇനിയും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.